എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കായ വറുത്തതാണ് കേട്ടോ. അതായത് ബനാന ചിപ്സ്, നമ്മുടെ ഉപ്പേരി ഒക്കെ പറയും, പല നാട്ടിൽ പല പേരാണ് ഇതിന്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും നല്ല കറുമുറയെന്നുള്ള ചിപ്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ ചായയുടെ കൂടെ കഴിക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല നാടൻ സദ്യയുടെ കൂടെയൊക്കെ നമുക്കിത് കിട്ടാറുണ്ട്. അപ്പോൾ അത്ര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നിവിടെ ഞാനല്ല കുക്ക് ചെയ്യുന്നത്, അച്ഛനാണ് കേട്ടോ. അച്ഛനാണ് നമ്മുടെ ഒരു കായ വറുത്തയുടെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അച്ഛൻ നന്നായിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ പോകാം. അതിനു മുന്നേ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കായ വറുത്തത് വീട്ടിലെങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ചിപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രക്കായ, അതായത് പച്ചക്കായ എന്നാണ് കേട്ടോ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. അപ്പോൾ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേന്ത്രക്കായ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് പഴുത്തത് എടുക്കാൻ പാടില്ല, ഇച്ചിരി വിളഞ്ഞതായിരിക്കണം. എന്നാൽ ഒട്ടും അതിന് മധുരം, അതായത് പഴുത്തത് പോയത് എടുക്കാനായിട്ട് പാടില്ല. ഇച്ചിരി പച്ചയായതാണ് നമുക്കിതിനാവശ്യം. അപ്പോൾ അച്ഛനാണിത് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അച്ഛനും അമ്മയും കൂടി അതിൻ്റെ ആ ഒരു പരിപാടിയിലാണ്. തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്ത്, അപ്പോൾ സാധാരണയിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒന്ന് വ്ളോഗ് പോലെയൊക്കെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. എനിക്ക് വലിയ മെനക്കെടുമില്ല, കാരണം സാധാരണ എല്ലാ റെസിപ്പിയും ഞാനല്ലേ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് അച്ഛൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു നേന്ത്രക്കായൊക്കെ വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത് അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏത് എണ്ണയിലാണ് അത് ഉണ്ടാക്കുന്നത്, എത്ര കാലം ഉപയോഗിച്ച എണ്ണയിലായിരിക്കും അത് ഉണ്ടാക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അത്രയും ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു മെത്തേഡ് തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പേരി തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേ സംഭവം ഇതാണ്. ആ ഒരു പച്ചക്കായ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുക. നമ്മൾ സാധാരണ പീല് ചെയ്യേണ്ട ആവശ്യമില്ല. പീലർ കൊണ്ട് ഇതുപോലെ തന്നെ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ തൊലി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അച്ഛൻ ചെയ്യുന്നത് കണ്ടത് ഈ ഒരു രീതിയിൽ കത്തിയുടെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് ആ തൊലി മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ഉള്ളിലോട്ടായിപ്പോട്ടെ, ആവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പച്ചക്കായും കൂടി അങ്ങോട്ട് കട്ടായിപ്പോകും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിനിടയിൽ ഞാനും ഒന്ന് കൂടി കേട്ടോ നമ്മുടെ ഈ ഒരു പച്ചക്കായുടെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളയുന്നതിന് ആ ഒരു തൊലി കളയുന്നതിന് മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു നേന്ത്രക്കായുടെ കറ ഒട്ടും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതിപ്പോൾ ഒട്ടിപ്പിടിച്ചിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, കഴുകിക്കളഞ്ഞാൽ അതങ്ങ് പോകാന്തേ ഉള്ളൂ. പക്ഷേ ഒട്ടും ഇഷ്ടമില്ല, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് തൊലി കളഞ്ഞെടുക്കും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് തൊലി കളയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഒരുപാട് അങ്ങ് ചെയ്ത് നോക്കണ്ട കേട്ടോ. കാരണം നമ്മൾ കത്തി വെച്ചിട്ട് കുറച്ച് പഴപ്പടിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. ഞാൻ ആദ്യമൊന്നും എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിയ പെർഫെക്റ്റ് എന്നല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ഓരോ നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ പച്ചക്കായുടെ തൊലിയായിട്ട് ഇങ്ങനെ കളഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പച്ചക്കായുടെ തൊലിയൊക്കെ നമ്മളെല്ലാവരും കൂടി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പച്ചക്കായ ഉപ്പ് വെള്ളത്തിലും അതേപോലെ മഞ്ഞളുടെ വെള്ളത്തിലൊക്കെ 15 മിനിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറോ മുക്കി വെച്ചിട്ട് നേരിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുന്നവരുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു മെത്തേഡിലൊന്നും അല്ല കേട്ടോ കാണിക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ്. സാധാരണ അച്ഛൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എന്നാൽ പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരാന്തയിലൊന്നും വന്നിരിക്കാറുള്ള എല്ലാം ആ ഒരു സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നതും അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വരാന്തയിൽ വന്നിട്ട് ഇരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് വറുത്ത് പോരാട്ടോ. ഇത് ഞാൻ ഇനി വെള്ളത്തിലിട്ടിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്.
അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓയിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചിപ്സിന് അറിയാമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഓയിലിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു വെളിച്ചെണ്ണയുടെ അത്ര ടേസ്റ്റ് കിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഓയിലിൽ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി. ഇനി നമ്മൾ കുറേ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ പച്ചക്കായൊക്കെ ചെയ്തെടുത്ത് പല സ്ഥലത്തേക്കും കൊടുത്തു വിടുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്യട്ടെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഓയിൽ നന്നായിട്ട്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓയിലാണ് കേട്ടോ, കാരണം ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതുപോലുള്ളൊരു ഗ്രേറ്റർ വെച്ചിട്ട് നമ്മുടെ ഓരോ പച്ചക്കായും ഇതുപോലെ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഏറ്റവും നൈസായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കനം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗ്രേറ്റർ തന്നെയായിരിക്കും ഭേദം കേട്ടോ. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ട് തന്നെയായിരിക്കും കൂടുതൽ നല്ലതുണ്ടാവുക. അപ്പോൾ ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഓരോ പച്ചക്കായ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ടൈമിൽ, അതായത് സെയിം ടൈമിൽ നമുക്ക് 2 പച്ചക്കായൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് അങ്ങോട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു ചിപ്സ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചിപ്സും ആ ഒരു എണ്ണയിൽ അങ്ങോട്ട് താഴ്ന്ന് നിൽക്കണം കേട്ടോ, എങ്കിലേ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് അങ്ങോട്ട് ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം ഒന്ന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതൊരു 1/4 ഭാഗം നന്നായിട്ടൊന്ന് ക്രിസ്പായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വരുന്നു ഉപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല, കാരണം അതെന്താ സിമ്പിളാണ്. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉപ്പ് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, ആ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രം ഉപ്പ് വെള്ളം ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി, ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1/4 ഭാഗം ഒന്ന് ക്രിസ്പായി കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ അങ്ങോട്ട് നിറനിറയായിട്ട് വരും കേട്ടോ. ഒരു വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് വറ്റി നന്നായിട്ട് ചിപ്സിൽ അങ്ങോട്ട് പിടിക്കുന്ന ആ ഒരു ടൈമാണത്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് ചിപ്സ് നന്നായിട്ട് ക്രിസ്പായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ അടുത്ത 2 പച്ചക്കായ കൂടി അച്ഛൻ ഗ്രേറ്റ് ചെയ്തിട്ട് എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടുള്ള എണ്ണയിലിട്ട് വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ തീ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പച്ചക്കായ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കണം, എങ്കിലേ എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങോട്ട് ക്രിസ്പ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിലായിട്ടുള്ള ചിപ്സ് നമ്മൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിലൊന്നും ഒട്ടും ക്ഷമയുണ്ടാവില്ല, നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ചൂട് അത്യാവശ്യം ഒന്ന് മാറണം, എങ്കിലേ കറക്റ്റ് ആ ഒരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിലും ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം, അത്ര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സിമ്പിളാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് അയ്യോ ഇത് ശരിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ സാധനം അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാനാണ് കേട്ടോ പരീക്ഷിക്കുന്നത്, എൻ്റെ കരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനാണ് പരീക്ഷിക്കുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ അച്ഛൻ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നോക്കാനൊന്നുമില്ല കേട്ടോ. സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പച്ചക്കായ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നില്ല. ഒരു 1/4 ഭാഗം നന്നായിട്ട് ക്രിസ്പായും തോന്നിക്കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റുമ്പോൾ തന്നെ നമ്മുടെ ചിപ്സിന് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ക്രിസ്പായിട്ടും തോന്നിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ പരുവെന്ന് പറയുന്നത് കറക്റ്റ് എനിക്കങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് ആ ഒരു പരുവം ഏത് സമയത്താണ് നമ്മൾ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് ഇത് വറുത്ത് കോരേണ്ടതെന്നൊക്കെ. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് മനസ്സിലായിക്കോളും കേട്ടോ. കാരണം എത്രയാണോ ഒരാളെ നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുക, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്രിസ്പാവണം, ആ ഒരു രീതി തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ ഇത് ചിപ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറുമുറാന്നുള്ള ചിപ്സാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന് അച്ഛൻ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇടാന്നുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. 2-3 പച്ചക്കായ മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നല്ല കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.